ലെബനനിൽ സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്ന് ആവർത്തിക്കുന്ന ഇസ്രായേലിന് സധൈര്യം മറുപടി നൽകുന്ന ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹിസ്ബുള്ളയുടെ വീരോചിതമായ നിലപാടുകൾക്ക് ലോകം ചെവികോർക്കുന്നു. ഫലസ്തീനികൾക്ക് അനുകൂലമായി യുദ്ധത്തിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പാകത്തിലുള്ള ഇടപെടലുകളാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും നടത്തുന്നത്. ലെബനനെതിരെ ഇസ്രായേൽ ഒരു വലിയ ആക്രമണം നടത്തിയാൽ നിയന്ത്രണവും നിയമങ്ങളും പരിധികളുമില്ലാതെ യുദ്ധം ചെയ്യുമെന്ന് നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് നസ്രുള്ളയുടെ ശക്തമായ മുന്നറിയിപ്പ്. ലെബനനിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് ശത്രുക്കൾ പറയുന്നതും മധ്യസ്ഥർ കൊണ്ടുവരുന്ന ഭീഷണികളും മുന്നറിയിപ്പുകളും ഇസ്രായേലി മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളും തങ്ങളെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഹസൻ നസ്രുള്ള വിളിച്ചു പറഞ്ഞത്. ഭയപ്പെടേണ്ടവർ ഇസ്രായേലാണ്. സയനിസ്റ്റുകൾക്കെതിരെ എന്താണ് കരുതിവച്ചിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിനുള്ള സർപ്രൈസുകൾ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് ഹിസ്ബുള്ള മേധാവി പ്രതികരിച്ചതിന് പിന്നാലെയാണ് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായത്. വടക്കൻ ഇസ്രായേലിലെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകളും സൈനിക താവളങ്ങളും കാണിക്കുന്ന ഡ്രോൺ ഫൂട്ടേജുകൾ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടത്. തൊട്ടുപിന്നാലെ ഹിസ്ബുള്ളയുമായി വലിയ സംഘട്ടനത്തിലുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള സമ്പൂർണ്ണ യുദ്ധം സംബന്ധിച്ച തീരുമാനം ഉടൻ വരുമെന്നായിരുന്നു ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. ഞങ്ങൾ അതിന് തൊട്ടടുത്താണ്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള്ളയെ നശിപ്പിക്കും. ലെബനനെ അത് ഗുരുതരമായി ബാധിക്കും. ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ വടക്കൻ നിവാസികൾക്കുള്ള സുരക്ഷ പുനഃസ്ഥാപിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു. ലെബനൻ സായുധ സംഘത്തിന്റെ ശക്തി എന്താണെന്ന് വിശദമാക്കുന്നതായിരുന്നു ഹിസ്ബുള്ള മേധാവിയുടെ പ്രഭാഷണം. പ്രാദേശികമായി നിർമ്മിക്കുന്ന ധാരാളം ഡ്രോണുകൾ കൈവശമുണ്ടെന്നും പുതിയ ആയുധങ്ങൾ നേടിയിട്ടുണ്ടെന്നും ഹസൻ നസ്രുള്ള എടുത്തു പറഞ്ഞു. ഏറ്റവും ദുഷ്കരമായ ദിവസങ്ങൾക്കായി ഞങ്ങൾ സ്വയം തയ്യാറായി കഴിഞ്ഞുവെന്ന് ശത്രുവിന് നന്നായി അറിയാം. ശത്രുവിന് അവരെ കാത്തിരിക്കുന്നത് എന്താണെന്നും നന്നായി അറിയാം. ഹിസ്ബുള്ളയ്ക്ക് വേണമെങ്കിൽ ഇസ്രായേൽ പ്രദേശത്തേക്ക് കരസേനയെ അയക്കാനാവുമെന്നും ഹസൻ നസ്രുള്ള വിശദമാക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭയം ശത്രുക്കൾക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ദ്വീപ് രാജ്യവും യൂറോപ്യൻ യൂണിയൻ അംഗവുമായ സൈപ്രസിനും ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലെബനനിന് സമാനമായ ഭൂപ്രദേശത്ത് സൈപ്രസിൽ ഇസ്രായേൽ സൈനികാഭ്യാസം നടത്തുന്നതായി സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് നസ്രുള്ള അവകാശപ്പെടുന്നത്. ഇക്കാരണത്താൽ സൈപ്രസിനെയും ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ശത്രുക്കൾക്ക് ലെബനനെ ലക്ഷ്യമിടാൻ സൈപ്രസ് വിമാനത്താവളങ്ങൾ തുറക്കുക എന്നതിനർത്ഥം സൈപ്രസ് ഭരണകൂടം യുദ്ധത്തിന്റെ ഭാഗമായി തീർന്നുവെന്നാണ് കണക്കാക്കേണ്ടത്. ചെറുത്തുനിൽപ്പിന്റെയും യുദ്ധത്തിന്റെയും ഭാഗമായി സൈപ്രസിനെ നേരിടുമെന്നും നസ്രുള്ള ഭീഷണി മുഴക്കി. മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിനെതിരെ സംഘം നാവിക മുന്നണി രൂപപ്പെടുത്തുമെന്നും നസ്രുള്ള വിശദമാക്കുന്നുണ്ട്. ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങൾ തുടരുക തന്നെ ചെയ്യും. പ്രതിസന്ധിക്കുള്ള പരിഹാരം ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. ഗസയിലെ ഇസ്രായേൽ യുദ്ധവും വംശഹത്യയും അവസാനിപ്പിക്കുക. ഇതുമാത്രമാണ് പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ഏക മാർഗമെന്ന് സന്ദേശം നൽകിയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള തന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്.